2025 ആദ്യം തന്നെ ബെസ്റ്റ് 5G സെഗ്മെന്റഡ് ഫോൺ റെഡ്മിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് റെഡ്മിയുടെ 14C. കഴിഞ്ഞ വർഷം വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള റെഡ്മി 13Cയുടെ അതേ ഫുഡ് സ്റ്റെപ്പുകൾ തന്നെയാണ് ഈ ഒരു 14Cയും പിന്തുടരുന്നത്. പോരാത്തതിന് ഇതിനകത്ത് IP52 സ്പ്ലാഷും ഡസ്റ്റ് റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. 13C പോലെ തന്നെ ഇതും അഫോർഡബിൾ ആണ്. അതെ, നിങ്ങൾക്ക് 12,000 രൂപയ്ക്കകത്ത് വാങ്ങിക്കാൻ പറ്റും. റെഡ്മി 14Cയുടെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാർലൈറ്റ് ഡിസൈനാണ് ഈ പിൻവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത്യാവശ്യം വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. ഓവറോൾ ഒരു പ്രീമിയം ഫീല് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ഗ്രിപ്പും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.88 ഇഞ്ചസിന്റെ ഒരു അൾട്രാ സ്മൂത്ത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് വളരെയധികം എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള 4 നാനോമീറ്ററിന്റെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് എനർജി എഫിഷ്യൻറ്റുമാണ്, അതുപോലെ തന്നെ അത്യാവശ്യം പവർഫുള്ളുമായിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. കണ്ണും പൂട്ടി ഒരു ദിവസം ഈ ഒരു ഫോൺ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 5160 mAh ഒരു ബാറ്ററിയാണ് റെഡ്മി 14Cയിൽ കൊടുത്തിരിക്കുന്നത്. ഫോൺ 18 വാട്ട്സിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചാർജും കയറുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല കിടുക്കൻ ഫോട്ടോസ് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2025 വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്.